ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ആണ്. അപ്പോൾ നമുക്ക് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മച്ചം പീസിൻ്റെ മെസ്സേജസ്. ഓ ഓക്കേ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ലവ് റിലേഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് നുണ പറഞ്ഞ് ഭയങ്കര കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസപരമല്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആള് ചെയ്തിട്ടുണ്ടാവാം. അതായത് പുള്ളി തന്നെ പറയാൻ ആയിട്ട് ആഗ്രഹിക്കുകയാണ്, ഒരുപാട് വിശ്വാസയോഗ്യപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കുഴപ്പത്തിലായിട്ടുണ്ട്. തേർഡ് പാർട്ടി, അതായത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെ ഒരു എനർജി ഇൻവോൾവ് ആയി കുളം കലക്കി എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ ഒരു എനർജി കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയെ തേർഡ് പാർട്ടി കൊണ്ടുപോയെന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഈ ബന്ധത്തിൽ അങ്ങനത്തെ ഒരു കാര്യം ഇൻവോൾവ് ആയി. കമ്മിറ്റ്മെന്റ്, ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു. റിഗ്രറ്റ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ. ഇപ്പോഴാണ് മച്ചമ്പിക്ക് മനസ്സിലായത്, അയ്യോ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് താടിക്ക് കൈയും കൊടുത്തിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോൾ കോൺട്രാക്ട്, the lessons I learned from us will never be forgotten. Forgiveness, I am struggling to get over the past. അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ മച്ചമ്പി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കാൻ കഴിയില്ല. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. ഇതിൽ നിന്ന് നിങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കോ ഒരുപാട് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. പല കാര്യങ്ങളും പല സിറ്റുവേഷനും എന്താ പറയാ, മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ലെസൺസ് നിങ്ങൾ രണ്ടുപേരും കവർ ചെയ്തിട്ടുണ്ടാകാം. ഇപ്പോ ആ ഒരു പുള്ളി അതിൽ നിന്ന് പാസ്റ്റിൽ നിന്ന് ഇതുവരെ റിക്കവേർഡ് ആയിട്ടില്ല. പുള്ളി സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ പെട്ടിരിക്കുകയാണെന്ന്. അതായത് നിങ്ങളുടെ പാക്കരൻ, നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാം, നിങ്ങളുടെ പാക്കരൻ അതില്, നിങ്ങളുടെ പാക്കർജി അതില് എന്താണ് സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്നു എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ പാക്കരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? കൺവേഴ്സേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അതായത് ഞാൻ നിങ്ങളെ ഇതുവരെ വിളിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളുടെ കോള് അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു കൺവേഴ്സേഷൻ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി മെന്റ്, ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അപ്പൊ അവിടുന്ന് വലിയ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുള്ളി എവിടെന്നെങ്കിലും തേപ്പൊക്കെ കിട്ടി കറങ്ങി തിരിഞ്ഞു വരുന്നതായിരിക്കാം. അപ്പൊ ഇവിടെ നിങ്ങളുണ്ടല്ലോ സ്വീകരിക്കാൻ എന്നുള്ള രീതിയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എന്താണ് നിങ്ങൾ കൂടുതൽ, എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും കൂടുതൽ മെന്റലി കണക്റ്റഡ്. ഈ വ്യക്തിയെ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു കൺവേഴ്സേഷൻ മതിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇവര് എപ്പോഴും ഒന്ന് കൂടെ ഉണ്ടായാൽ മതിയായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഇവരുടെ സാമീപ്യമായിരിക്കും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും നിങ്ങൾ കൂടെ ഇവര് എപ്പോഴും ഉണ്ടായാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. യെസ്, ഞാൻ എന്താ പറഞ്ഞത്?
അത് തന്നെയാണ് വന്നത്. നിങ്ങളുടെ പാക്കർജി എന്ന കോക്കർജി പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ആ ആ അപ്പൊ അങ്ങനെയാണ്. ആ അപ്പൊ വേറെ ആളുകളൊക്കെ ഉണ്ട്. നെഗ്ലക്റ്റഡ്, ഐ ഫെൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം, ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഇവരുടെ സമയം മതിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കമ്മിറ്റ്മെന്റ്, ഇവരുടെ കൂടെയുള്ള ഒരു സംസാരം, ഇവരുടെ പണവും സ്വത്തോ ഒന്നും വേണ്ടായിരിക്കാം. ഇവര് നിങ്ങൾക്കൊരു ഷോൾഡർ ആയിട്ട് മാത്രം കൂടെ ഉണ്ടായാൽ മതിയായിരിക്കാം. പക്ഷെ ഇതൊന്നും പുള്ളി മനസ്സിലാക്കാതെ പുള്ളി അതൊക്കെ അവോയ്ഡ് ചെയ്ത് അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് ഇവരെ ആവശ്യമായിട്ട് തോന്നിയ സമയങ്ങളിലെല്ലാം നിങ്ങളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. സീക്രട്സ് അതൊക്കെ പുള്ളി ഇപ്പൊ വിഷമിക്കുകയാണ്. സീക്രട്സ് പുള്ളി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല. റിവീൽ, ഇത് കണക്ഷൻ കാർഡുകളാണ് കേട്ടോ. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അതായത് നിങ്ങളുടെ മച്ചമ്പി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഞാൻ നിങ്ങളോട് കുറച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് വേറെ കാർഡ് എടുത്ത് നോക്കാം. ഓക്കേ, അത് ശരി. ഓക്കേ. I don't know where to start. I am the man. You were right. I am obsessed with you. Why do I feel so lost? I am scared of rejection. Please do what is best for your heart. What do you see in me? എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല എന്ന് നിങ്ങളുടെ ആള് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഓക്കെ, ഒന്നേന്ന് തുടങ്ങുക. ഐ ആം ദ മാൻ. ഓക്കെ, അതിന്റെ അർത്ഥമൊക്കെ അറിയാലോ. യു വർ റൈറ്റ്, നിങ്ങളായിരുന്നു ശരി, നിങ്ങളാണ് ശരി. അത് വേറെ സ്ഥലത്ത് പോയി പണിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളാണ് ശരി എന്നൊക്കെ തോന്നും. ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു, എനിക്ക് നിങ്ങളോട് അഭിനിവേശം, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. എനിക്ക് നിങ്ങളോട് അട്രാക്ഷൻ, അഭിനിവേശം, അങ്ങനെയുള്ള കാര്യങ്ങൾ. വൈ ഡു ഐ ഫീൽ സോ ലോസ്റ്റ്, എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ നഷ്ടമായതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഐ ആം സ്കെയർഡ് ഓഫ് റിജക്ഷൻ, എനിക്ക് പേടിയുണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുമോ, ഞാൻ ചെയ്തതും പറഞ്ഞതൊക്കെ കളിയാക്കുമോ, ഞാൻ ഒരു എംപറർ പോലെ അല്ലെങ്കിൽ ഒരു ക്യൂൻ പോലെയൊക്കെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഈഗോ അടിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് വലിയ ഒരു ഹീറോ കളിച്ചു പോയതാണ്, നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു പോയതാണ്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ കൊഞ്ഞനം കുത്തി വിടുമോ എന്നുള്ളൊരു പേടി ഈ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ ഈ മനുഷ്യനുണ്ട്. പ്ലീസ് ഡു വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിന് എന്താണ് തോന്നുന്നത് അത് ചെയ്യുക. വാട്ട് ഡു യു സീ ഇൻ മീ, നിങ്ങൾ എന്താണ് എന്നിൽ കാണുന്നത്. ഐ ആം ബ്ലോക്ക്ഡ്. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ ബ്ലാക്ക് മാജിക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ആക്കി വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി ബ്ലോക്ക് ആക്കി വെച്ചതായിരിക്കാം. നമുക്കൊരു 3 കാർഡും കൂടി എടുത്തു നോക്കാം. It is dark without you. Painful memories, childhood trauma. ഇറ്റ് ഈസ് ഡാർക്ക് വിത്തൗട്ട് യു, നിങ്ങളില്ലാത്ത ഇതെനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാം ഫുള്ള് ഇരുട്ടാണ്. KSEB ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു ട്രാൻസ്ഫോമർ എല്ലാവരോടും വാങ്ങിച്ചൊന്ന് സഹകരിക്കേണ്ടതാണ്. പെയിൻഫുൾ മെമ്മറീസ്, ഇത് എന്നെ വളരെയധികം മെമ്മറീസ് ഭയങ്കര രീതിയിൽ പെയിൻഫുൾ ആയിട്ട് തോന്നുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ ആള് പറയുന്നത്. ഇത് നിങ്ങളുടെ ആള് പറയുന്നത്. ഓക്കെ, നമുക്ക് വേറെ മെസ്സേജസ് നോക്കാം. ബ്യൂട്ടിഫുൾ ചേഞ്ച്, പാസ്റ്റ് ലൈഫ് ഹീലിംഗ്, വാച്ച് യുവർ വേർഡ്സ്, പേഷ്യൻസ്, ന്യൂ ബിഗിനിങ്,
കാളിമ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഇന്നർ സ്ട്രെങ്ത്. ഓക്കെ, കുറച്ച് ഒന്ന് ക്ഷമ വേണം. എല്ലാ കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നടക്കുന്ന, ഇപ്പൊ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ തന്നെ ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഒട്ടും ക്ഷമ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ എല്ലാം നടക്കണം, നാളെ രാവിലെ നടക്കണം, നാളെ വൈകുന്നേരം നടക്കണം. കുറച്ചൊന്ന് ഇത്തിരി ക്ഷമ ഒന്ന് എടുക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫീമെയിൽ എനർജി ആയിട്ടുള്ള ദൈവത്തിനെ വിളിക്കുന്നുണ്ടാകാം, മാതാവിനെ ആയിരിക്കാം, ദുർഗാദേവി ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് അവര് ഒരു പോസിറ്റീവ് എനർജി ആയിട്ടുണ്ട്. ന്യൂ ബിഗിനിങ്സ്, നിങ്ങൾക്ക് ജീവിതത്തിലോട്ട്, നിങ്ങളുടെ ഒരു സൈക്കിൾ എൻഡ് ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിലോട്ട് എല്ലാ രീതിയിലുമുള്ള ഒരു തുടക്കം, അത് തന്നെയാണ് ഇത്. ഒരു പുതിയൊരു തുടക്കമാണ് വരുന്നത്. പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഹീൽഡ് ആവേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിന്റെ അകത്ത് നമ്മളിപ്പോ ഒരു പ്ലേറ്റ് അത് കഴുകാതെ വെച്ചു, അത് ഒരാഴ്ച കഴുകാതെ വെച്ചു, ഒരു 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, അതിന്റെ അകത്ത് തന്നെ വീണ്ടും ചോറ് ഇട്ടു, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ അകത്ത് തന്നെ എന്താ ഇഡ്ഡലി ഇട്ടു, ദോശ ഇട്ടു. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ദോശയും നല്ലതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചോറ് നല്ലതായിരിക്കും. പക്ഷെ ആ പാത്രം കൊള്ളില്ല, ആ പ്ലേറ്റ് കൊള്ളില്ല. മനസ്സിലായോ? നമ്മള് അത് കഴുകി, അത് എന്താ പറയാ, സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ അതിൻ്റെ അകത്ത് ഒരു പ്യൂരിഫിക്കേഷൻ വന്നത്. അതുപോലെ നമ്മളുടെ മനസ്സൊന്ന് പ്യൂരിഫിക്കേഷൻ വരുത്തണം. വാച്ച് യുവർ വേർഡ്സ്. നിങ്ങൾക്ക് ഉള്ളിൽ മനസ്സിൻ്റെ അകത്ത് വിഷമം ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി വരാത്തത് എന്താണ്, ഈ വ്യക്തിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും വിഷമവും വേദനയും ഉണ്ടാകാം. നിങ്ങളത് ഉള്ളിൽ അതൊരു ബുദ്ധിമുട്ടാക്കി കൊണ്ട് നടന്ന് ഇങ്ങനെ ഹൈഡ്രജൻ ബലൂൺ പോലെ ഇങ്ങനെ കൊണ്ടുനടന്ന് വേറെ വ്യക്തികളുടെ അടുത്ത് നിങ്ങൾ ആ ദേഷ്യം തീർക്കുന്നുണ്ടാകാം. അതൊക്കെ ഒന്ന് മാറ്റുക. മനസ്സിലായോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. എല്ലാവർക്കും ഒരു നല്ലൊരു കാലം എല്ലാവർക്കും വരുമല്ലോ. അത് ഒരാൾക്ക് മാത്രം എന്തെന്നാണ്, ഇന്ന് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രം നല്ല കാലം അങ്ങനെയൊന്നും അല്ല. ഏതൊരു മനുഷ്യനും നല്ല കാലം ഉണ്ടാവും. നല്ല കാലം ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ നമ്മള് കുറച്ച് കാര്യങ്ങൾ, ഏതൊരു ജനിച്ച കുട്ടി തൊട്ട് അമ്മൂമ്മമാര് വരെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.